എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL സീസണിലെ പ്രഥമ പോരാട്ടത്തിൽ ബംഗളൂരുവിലെ ചരിത്രമുറങ്ങുന്ന ചിന്നസ്വാമി സ്റ്റേഡിയം കണ്ണഞ്ചിപ്പിക്കുന്ന ഫ്ലഡ്ലൈറ്റുകളുടെ പ്രഭയിൽ കുളിച്ചു നിൽക്കെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ അതിഗംഭീരമായ ക്ലൈമാക്സിനെ പോലും വെല്ലുന്ന ലോകമെമ്പാടുമുള്ള 140 കോടി ഇന്ത്യക്കാരുടെ കണ്ണുകളെ ഈരനണിയിച്ച അത്യന്തം വൈകാരികമായ ഒരു അവിശ്വസനീയ കാഴ്ചയ്ക്കാണ് ആ മൈതാനം സാക്ഷ്യം വഹിച്ചത്. അസാധ്യമെന്ന് തോന്നിയ 202 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലെ പോരാളികൾ തങ്ങളുടെ സംഹാരരൂപം പൂണ്ട ആക്രമണോത്സുക ബാറ്റിംഗിലൂടെ അനായാസം മറികടന്ന് സീസണിലെ തങ്ങളുടെ ആദ്യത്തെ തകർപ്പൻ വിജയം സ്വന്തമാക്കി കഴിഞ്ഞിരുന്ന ആ നിമിഷം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ തോൽവിയുടെ കയ്പുനീർ കിടിക്കുമ്പോഴും മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് ഓടിയെത്തി. 80 റൺസിന്റെ മാന്ത്രികവും വീരോചിതവുമായ ഒരു ഒറ്റയാൾ പോരാട്ടം കാഴ്ചവെച്ച് ശാരീരികമായും മാനസികമായും പൂർണ്ണമായും തളർന്നുപോയിരുന്ന ഇഷാൻ കായികലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള സകല പരമ്പരാഗത കീഴ്വഴക്കങ്ങളെയും ശത്രുതകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നേരെ കിങ് കോഹ്ലിയുടെ അടുത്തേക്ക് ചുവടുവെച്ചു. അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ഹൈ ഡെഫിനിഷൻ ക്യാമറകളുടെയും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെയും മുന്നിൽ വെച്ച് തരിമ്പുപോലും മടികൂടാതെ അവൻ ഭക്തിയോടെ കുനിഞ്ഞ് വിരാടിന്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക അവിടെ പിറക്കുകയായിരുന്നു. ഈ അപ്രതീക്ഷിതമായ കാഴ്ച കണ്ട് വിരാട് കോഹ്ലിയുടെ കണ്ണുകൾ പോലും നിറഞ്ഞൊഴുകി. അല്പനേരത്തേക്ക് ആർത്തലയ്ക്കുന്ന ചിന്നസ്വാമി സ്റ്റേഡിയം പൂർണ്ണമായും നിശബ്ദമായി. സമയം നിശ്ചലമായതുപോലെ തോന്നിപ്പിച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷം ആ മൈതാനത്തെ ഓരോ കാണിയുടെയും ചുണ്ടുകളിൽ കോഹ്ലി കോഹ്ലി എന്ന മന്ത്രം ഒരു കൊടുങ്കാറ്റായി അലയടിക്കാൻ തുടങ്ങി. ഒരു എതിർ ടീമിന്റെ നായകനായിരിക്കെ തന്നെ തനിക്ക് വിരാട് കോഹ്ലി എന്ന അതുല്യ പ്രതിഭ എക്കാലത്തും ഒരു വഴികാട്ടിയും ഗുരുവുമാണെന്ന് ഇഷാൻ തന്റെ ഈ പ്രവൃത്തിയിലൂടെ ലോകത്തിനു മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. വികാരമടക്കാനാവാതെ നിറഞ്ഞ കണ്ണുകളോടെ വിരാട് ഇഷാനെ ചേർത്തുപിടിച്ച് ആലിംഗനം ചെയ്തു. ഇത് വെറുമൊരു സീനിയർ ജൂനിയർ കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് ജയപരാജയങ്ങൾക്കതീതമായ മനുഷ്യത്വത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഹൃദയസ്പർശിയായ ഒരു ഇതിഹാസ നിമിഷമായിരുന്നു. എന്നാൽ യഥാർത്ഥ അത്ഭുതം സംഭവിച്ചത് അതിനുശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ചടങ്ങിലാണ്. പുറത്താകാതെ 47 റൺസ് അടിച്ചുകൂട്ടിയ തന്റെ സാങ്കേതിക തികവാർന്ന ഇന്നിംഗ്സിനെക്കുറിച്ചോ RCBയുടെ വിജയത്തെക്കുറിച്ചോ വാചാലനാകുന്നതിനു പകരം വിരാട് മൈക്ക് കൈയിലെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വിജയത്തിന്റെ സന്തോഷത്തേക്കാൾ വല്ലാത്തൊരു ആത്മീയ ശാന്തതയും ആശ്വാസവുമാണ് നിഴലിച്ചിരുന്നത്. ഗദ്ഗദകണ്ഠനായി അദ്ദേഹം പറഞ്ഞു, "ഇന്ന് മൈതാനത്ത് ഇഷാൻ ചെയ്ത പ്രവൃത്തി എന്നെ ശരിക്കും നിശബ്ദനാക്കി. അവൻ എനിക്ക് നൽകിയ ഈ ബഹുമാനം IPL ട്രോഫികളെക്കാളും എന്റെ കരിയറിലെ ഏതൊരു റെക്കോർഡിനേക്കാളും സെഞ്ചുറിയേക്കാളും എനിക്ക് വിലപ്പെട്ടതും അമൂല്യവുമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ അവൻ പുതിയ ഉയരങ്ങളിലെത്തിക്കട്ടെയെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു." എന്നാൽ ആ വാക്കുകളിൽ കോഹ്ലിയുടെ മഹത്വം അവസാനിച്ചില്ല, മറിച്ച് ക്രിക്കറ്റ് ദൈവം എന്ന പദവിയോളം അദ്ദേഹത്തെ ഉയർത്തുന്ന ചരിത്രപരമായ ഒരു പ്രഖ്യാപനം പിന്നീട് ആ മൈതാനത്ത് മുഴങ്ങിക്കേട്ടു. വിജയത്തിന്റെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അടുത്തിടെ നടന്ന ദാരുണമായ ഒരു അപകടത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എന്നേക്കുമായി നഷ്ടപ്പെട്ട തികച്ചും നിർധനരായ 11 കുടുംബങ്ങളെക്കുറിച്ച് വിരാട് സംസാരിച്ചു. ആ 11 കുടുംബങ്ങളുടെയും കണ്ണീരൊപ്പാൻ അവർക്ക് ഓരോരുത്തർക്കും 1 കോടി രൂപ വീതം, ആകെ 11 കോടി രൂപ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും സഹായമായി നൽകുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, "ഇന്ന് മൈതാനത്ത് നാം വിജയത്തിന്റെ വെളിച്ചത്തിലും ആരവത്തിലുമാണ്. എന്നാൽ എന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ എല്ലാം നഷ്ടപ്പെട്ട ആ 11 കുടുംബങ്ങളുടെ അസഹനീയമായ വേദന എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ക്രിക്കറ്റ് നമുക്ക് അളവറ്റ പണവും പ്രശസ്തിയും നൽകുന്നുണ്ടാകാം, എന്നാൽ അതാവശ്യമുള്ള സമയത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് ഉപകരിച്ചില്ലെങ്കിൽ ആ വിജയത്തിന് യാതൊരർത്ഥവുമില്ല. ഈ 11 കോടി രൂപ ആ കുടുംബങ്ങളിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും അവരുടെ ഇരുളടഞ്ഞ ഭാവി ശോഭനമാക്കുന്നതിനുമുള്ള എന്റെ എളിമയായ സമ്മാനമാണ്. പണമില്ലാത്തതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഒരു കുട്ടിക്കും തങ്ങളുടെ സ്വപ്നങ്ങൾ കാണുന്നതും അത് നേടിയെടുക്കുന്നതും ഉപേക്ഷിക്കേണ്ടി വരരുത്." കോഹ്ലിയുടെ ഈ മഹത്തായ പ്രഖ്യാപനത്തിനു ശേഷം ചിന്നസ്വാമി സ്റ്റേഡിയം നിലയ്ക്കാത്ത കയ്യടികളാൽ മുഖരിതമായി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതൊരു വൈകാരിക സുനാമി തന്നെ സൃഷ്ടിച്ചു. RCBയുടെ പുതിയ ഉടമയായ അനന്യ ബിർള മുതൽ സാക്ഷാൽ ക്രിക്കറ്റ് ദൈവം സച്ചിൻ തെണ്ടുൽക്കർ വരെയുള്ള കായിക വാണിജ്യ രംഗത്തെ പ്രമുഖരെല്ലാം കോഹ്ലിയുടെ ഈ ചരിത്രപരമായ മനുഷ്യസ്നേഹത്തെ വാനോളം പുകഴ്ത്തി. റൺസ് അടിക്കാനും റെക്കോർഡുകൾ തിരുത്താനും പല ഇതിഹാസങ്ങൾക്കും കഴിഞ്ഞേക്കാം, എന്നാൽ ദുരന്തമുഖത്ത് മറ്റുള്ളവർക്ക് താങ്ങായി മാറാൻ ഇതുപോലൊരു വിരാട് ഹൃദയം എല്ലാവർക്കും ഉണ്ടാകില്ല എന്ന് ലോകമൊന്നടങ്കം പറയുന്നു. 22 വാര പിച്ചിലെയും ക്രിക്കറ്റ് മൈതാനത്തെയും രാജാവ് മാത്രമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലെ കിരീടം വെക്കാത്ത രാജാവ് കൂടിയാണ് താനെന്ന് അദ്ദേഹം തന്റെ ഈ പ്രവൃത്തിയിലൂടെ അർത്ഥസങ്കടമില്ലാതിരിക്കെ തെളിയിച്ചു.
സുഹൃത്തുക്കളെ, വിരാട് കോഹ്ലിയുടെ ഈ സമാനതകളില്ലാത്ത പ്രവൃത്തിയെക്കുറിച്ചും ഇഷാൻ കിഷൻ കാൽ തൊട്ട് വന്ദിച്ച ആ വൈകാരിക നിമിഷത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? വിരാട് കോഹ്ലിയെപ്പോലെ ഒരു മനുഷ്യനും കളിക്കാരനും ഇനി ഈ ലോകത്ത് ജനിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാണോ വിരാടിന്റെ ഈ 11 കോടിയുടെ ദാനം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കിങ് കോഹ്ലി ലെജൻഡ് എന്നും റെസ്പെക്ട് ഫോർ വിരാട് എന്നും രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വിരാടിന്റെ ഈ ഫോമും കൂടെയുള്ളവരുടെ പ്രാർത്ഥനകളും ഇത്തവണ RCBക്ക് IPL കിരീടം നേടിക്കൊടുക്കുമോ? നിങ്ങളുടെ പ്രതികരണം തീർച്ചയായും പങ്കുവയ്ക്കുക. അപ്പോൾ 2026 IPL സീസണിലെ ഓരോ വൈകാരികവും ആവേശകരവുമായ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.